ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റെഡ് പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് വെച്ചാണ് പിടിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കട്ടിങ്സൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടാണ് നടുന്നത്. നമ്മളുടെ കയ്യിലുള്ളത് നടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള അടുത്തുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് നടന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കുന്നത് ജസേച്ചിയുടെ അടുത്തു നിന്നാണ്. ഇത് ജസേച്ചിയാണ്, എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. അപ്പോൾ അവർ നല്ല ഗാർഡൻ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും റെഡ് പ്ലാന്റ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ കട്ട് ചെയ്യാറാവുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആളുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ജസേച്ചിയുടെ ഇതിൽ ഈ റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ടല്ലോ ഇങ്ങനെ വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ജസേച്ചി ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചെയ്യണത് മുട്ട അണയ്ക്കുമ്പോൾ തന്നെ വെട്ടും എന്നിട്ട് പിന്നെ വെട്ടി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നേരം വെട്ടി അപ്പം തന്നെ കുഴിച്ചിടും. നേരം വെളുക്കുമ്പോഴേക്കും അത് ഉഷാറായിട്ട് നിൽക്കില്ല. അത് കാലത്ത് വെട്ടി കഴിഞ്ഞാൽ അത് വാടി കുറഞ്ഞു. കാലത്ത് വെട്ടി നട്ട് കഴിഞ്ഞാൽ ആ വെയിൽ ഫുള്ള് കൊള്ളുമ്പോൾ ഭയങ്കര പാട്ടാവും. പിന്നെ രാവിലെ ഞാൻ നനയ്ക്കും, സമയത്ത് വൈകിട്ടും നനയ്ക്കലാണ് ഏറ്റവും മെയിനായിട്ട്. പിന്നെ പൂ വരണേക്കും വെട്ടി കളയണം. പൂ വെട്ടി വരണേക്കും വെട്ടിയാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കൊല നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവും. കോല് പോലെ ഇങ്ങനെ. പിന്നെ വെക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വീതം വെക്കും. അടുപ്പിച്ച് വെക്കുമ്പോൾ കുറച്ച് ഒരു പിടി എടുത്തിട്ട് ഞാൻ വെക്കാറ്. കാരണം ഇതള് അടുത്ത് വെക്കാറില്ല. അപ്പൊ അങ്ങനെ വലുതായി വരുമ്പോൾ നല്ല തിക്കായിട്ട് വരില്ല. വളങ്ങളൊന്നും ചെയ്യാറ്? വളങ്ങളൊന്നും അധികം ചെയ്യലില്ല. നന മാത്രം കറക്റ്റ് മതി. ഇത് കെയറിങ് കുറവായ ഒരു പ്ലാന്റ് ആണല്ലേ. വെട്ടി നിർത്താൻ മാത്രം. പിന്നെ നനയ്ക്കുക. വെട്ടലും നനയാണ് മെയിനായിട്ട്. ഇതിന്റെ ഭംഗി അതാണ്. പിന്നെ വെയിലും വേണം. നല്ല വെയിലും നല്ല കളറായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ജസേച്ചിയുടെ റെഡ് പ്ലാന്റിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ. അപ്പൊ ഞാൻ മാത്രം ബുദ്ധിമുട്ടൊന്നും ഇത് വെച്ച് പിടിപ്പിക്കാനും പെട്ടെന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ആളുടെ റെഡ് പ്ലാന്റിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. എനിക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ആളും പറയണത്. മെയിൻ്റെനൻസ് കുറവാണ്. കട്ടയിലും നനയും മാത്രം മതി. പ്രത്യേകിച്ച് വളം കാര്യങ്ങളും വേണ്ട. നമുക്ക് ഒരു ഇതില്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും വെറുതെ നട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ ചെടി വെക്കുന്ന നേരം കൊണ്ട് 2 പച്ചമുളക് 2 വാഴ വെച്ചാൽ കാശ് കിട്ടില്ല എന്നൊക്കെ ചോദിക്കണ്ടാവും. ചെടി വെച്ചാൽ കണ്ട അത്ര സുഖം നമുക്ക് പച്ചമുളകിനും വാഴയ്ക്ക് കിട്ടില്ല. നമുക്കൊരു സന്തോഷം കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണ്. ചെടി അങ്ങനെ നന്നായിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ അത് കാരണം കൂടുതൽ നേരം ചെടിക്ക് ചെയ്യാറുണ്ട്. പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ചെടിയിലും മുറ്റത്തും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും. പച്ചക്കറികളൊന്നും ഇല്ല എന്നല്ല കേട്ടാ. പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ആൾക്ക് മെയിനായിട്ട് ചെടിയാണ് ഇഷ്ടം. ഞാനൊക്കെ കാണുമ്പോൾ ചെറുതിലെ തൊടിയും കാണുമ്പോൾ ആദ്യമൊക്കെ സിജിയുടെ വീടെന്ന് പറയണത് ചെടിത്തോട്ടാണ്. ഒരു പ്രത്യേക ഭംഗിയാണത്. പള്ളിയിലൊക്കെ പോയിട്ട് വന്നാലേ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വെയിലില്ലാണ്ട് അതെ കൊറേ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ നമുക്കിനി കൊണ്ടുപോയി കുഴിച്ചിടണം. നമ്മളിത് ഇതുപോലത്തെ കട്ടിങ് ആണ് കേട്ടോ കുഴിച്ചിടണത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കട്ടിങ്സ് ആണ് കുഴിച്ചിടണത്. ഇത് വേര് പിടിച്ചിട്ട് ഇത് തൈകളായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇപ്പം ഈ കട്ട് ചെയ്യണത് തന്നൂടെന്ന് ചോദിക്കും. അപ്പം നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 3-4 ദിവസം, മാക്സിമം 3 ദിവസം ഇരിക്കണം കൊറിയർ, അല്ലെങ്കിൽ 2 ദിവസം. അടുത്തൊക്കെ ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ ഇത് വാടും. ഇതിപ്പോൾ ഈ നിൽക്കണ ഫ്രഷ്നെസ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൈയോടെ തന്നെ കുഴിച്ചിട്ടാല ഇതിൽ തന്നെ നിൽക്കുള്ളൂ കേട്ടോ. ഈ ഒരു ഇതിൽ നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേര് പിടിച്ച തൈകൾ തരണേ കേട്ടോ. അതൊക്കെ നടന്നോ? ശരി, താങ്ക്സ്.